EMS സ്മാരക ഹാൾ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു കേന്ദ്രമാണ്. കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയും ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുമായ EMS നമ്പൂതിരിപ്പാടിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ചിട്ടുള്ള ഈ ഹാൾ അദ്ദേഹത്തിന്റെ ജീവിതവും പോരാട്ടങ്ങളും പ്രദർശിപ്പിക്കുന്ന രേഖകളും ചിത്രങ്ങളും സംഗ്രഹിച്ചിരിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങൾ, സാമൂഹ്യനീതി, തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള EMSന്റെ വിചാരങ്ങളും പ്രവർത്തനങ്ങളും അറിയാനെത്തുന്നവർക്ക് ഈ ഹാൾ ഒരു പ്രചോദനം തന്നെയാണ്. EMS സ്മാരക ഹാളിന്റെ പരിസരം പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞതാണ്. ഹാളിന് ചുറ്റുമുള്ള പച്ചപ്പുള്ള മരങ്ങളും ശാന്തമായ അന്തരീക്ഷവും സന്ദർശകരെ ആകർഷിക്കുന്നു. പെരിന്തൽമണ്ണയിലൂടെ ഒഴുകുന്ന കുന്തിപ്പുഴ ഹാളിന് സമീപം ഒഴുകുന്നു. ഈ നദിയുടെ തീരങ്ങൾ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ കൊണ്ടും ശുദ്ധവായു കൊണ്ടും പ്രസിദ്ധമാണ്. മഴക്കാലത്ത് നദിയുടെ പ്രവാഹം വർദ്ധിച്ച് കൂടുതൽ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നു. പ്രകൃതി സൗഹൃദമായ ഈ സ്ഥലത്ത് നദീതീര സഞ്ചാരം, വിശ്രമം എന്നിവയ്ക്ക് മികച്ച അന്തരീക്ഷമാണ്. സഖാവ് EP ഗോപാലകൃഷ്ണൻ തന്റെ ഓർമ്മകളിലൂടെ EMSനെ കുറിച്ച് 60 ഇലക്ഷന് EMS പട്ടാമ്പിയിലും EP ഗോപാലൻ പെരിന്തൽമണ്ണയിലും നിന്ന് മത്സരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അവർ രണ്ടുപേരുടെയും വാസസ്ഥലം പുളിങ്കാവ് മനയായിരുന്നു. അപ്പോൾ ആ പുളിങ്കാവ് മനയിൽ അവർ താമസിച്ച് രാവിലെ ഇലക്ഷന് ഡ്യൂട്ടിക്ക് രാവിലെ ഇറങ്ങും, വൈകുന്നേരം രാത്രി ഒക്കെയാണ് തിരിച്ചു വരുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പുളിങ്കാവ് മനയ്ക്ക് താമസാക്കി ഏതാണ്ട് 1 മാസത്തോളം അവിടെ. അന്ന് EMSനെയും EP ഗോപാലിനെയും ഇവരൊക്കെ എന്നും എപ്പോഴും അവരായിട്ടുള്ള അടുപ്പമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡൽഹിയിൽ പോയി. ഡൽഹിയിലേക്ക് EMS AK ഗഞ്ചിയുടെ സെക്രട്ടറിയായിട്ട് ഞാൻ ഡൽഹിയിൽ പാർട്ടിയുടെ പാർലമെൻ്ററി ഓഫീസിൽ ജോലി ചെയ്തു കുറേ കാലം, 4-5 കൊല്ലം. ഇതല്ല, അക്കാലത്താണ് EMS ജനറൽ സെക്രട്ടറി, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും EMSൻ്റെ ഒപ്പം ആണ് താമസിച്ചിരുന്നത്. EMSൻ്റെ ഫാമിലി അറിയാം. അവരുടെ മകൻ ശ്രീധരനെ അറിയാം. മകൾ മൂത്ത മകളെ വലിയ പരിചയം പോരാ, പക്ഷേ രണ്ടാമത്തെ മകളും മകനും അവരൊക്കെ അറിയുമായിരുന്നു.